ഗൈസ് വെൽക്കം ബാക്ക് ടു അടുത്തൊരു വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പ്ലേസ്റ്റേഷൻ 5 അഥവാ PS5. തറയിൽ പോടി അടയിങ്ക മോനെ. ഇതിന്റെ പേരാണ് പ്ലേസ്റ്റേഷൻ. ലോഗോ കാണാൻ പറ്റുന്നുണ്ടോ? ലോഗോ ബ്യൂട്ടിഫുൾ അല്ലേ? ഇപ്പൊ നമ്മൾ ഈ പലർക്കും PS5 എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് അറിയാം, പക്ഷേ എക്സാക്ട്ലി എന്തിനാണ് വാങ്ങുന്നത്? PC ഉള്ളപ്പോ പിന്നെ എന്തിനാണ് ഈ സാധനം? ഇതൊക്കെ ആക്ച്വലി ക്ലിയർ ആയിട്ട് അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. സോ ബേസിക്കലി PS5 എന്ന് പറയുന്നത് സോണി ഉണ്ടാക്കുന്ന ഒരു ഗെയിമിംഗ് കൺസോളാണ്. കൺസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് TV ആയിട്ടോ അല്ലെങ്കിൽ ഒരു മോണിറ്ററുമായിട്ടോ കണക്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു തരത്തിൽ ഗെയിം മാത്രം കളിക്കാൻ പറ്റുന്ന തരം ഒരു മെഷീൻ. PC-യിൽ നമുക്ക് ആക്ച്വലി എന്തും ചെയ്യാം. വർക്ക് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഗെയിം കളിക്കാം, പാട്ട് കേൾക്കാം, സിനിമ കാണാം, ബ്രൗസ് ചെയ്യാം. PC-യിൽ ഇത് നടക്കും. പക്ഷേ PS5 എന്ന് പറയുന്ന ഒരു കൺസോളിൽ നിങ്ങൾക്ക് ഗെയിം മാത്രം കളിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മൾ ചോദിക്കും, PC ഉണ്ടല്ലോ, PC-യിൽ ഗെയിം കളിക്കാം. അതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് PC-യിൽ നമുക്ക് ഒരു ഗെയിമിന്റെ ഏറ്റവും നല്ലൊരു പീക്ക് ക്വാളിറ്റി കളിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്പെക്ക് നമ്മുടെ PC-യിൽ ഉണ്ടായിരിക്കണം. അതിന്റെ ടിസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു സ്പെക്ക് നമ്മുടെ PC-യിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. ലാക്സ്. അതൊരു സിംഗിൾ ടാഗ് ലൈനിൽ ഞാനൊരു ഉദാഹരണം വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതിൽ കാണുന്നില്ല, 50K ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ആക്ച്വലി ഇതിപ്പം വില കൂടിയതാണ്. ഈ 50K ഈ ഒരു സാധനത്തിൽ ഒരു ഗെയിം ഇടുമ്പം ക്വാളിറ്റി ഈ ഒരു കൺസോളിൽ നമ്മൾ കളിക്കുന്ന ഗെയിമിന്റെ ആ ക്വാളിറ്റി നമ്മുടെ PC-യിൽ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 1.5 ലാഖിന് മേലെ ഉള്ള ഒരു PC സ്പെക്ക് വേണം. ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് 1.5 അത് നിൽക്കത്തില്ല, അതുക്കും മേലെ പോകും. അപ്പൊ ആ പറയുന്ന സ്ഥലത്താണ് ഒരു കൺസോള് നമ്മൾ എന്തിന് കൺസിഡർ ചെയ്യണം, നമുക്ക് എന്തുകൊണ്ട് കൺസിഡർ ചെയ്തുകൂടാ. ഒരു PC ബിൽഡ് ചെയ്ത് 1 ലാഖൊക്കെ, ഒരു 1 ലാഖിന് മേലെ ഒരു PC, അത് വേണ്ട അത്ര പോലും എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയാണ് നമുക്ക് ഒരു പീക്ക് ലെവലൊന്നും കിട്ടൂല. ഇത് പറയുന്ന ലെവലിലൊന്നും കിട്ടത്തില്ല. ഒരു കിടിലെ എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന് എത്ര രൂപയാവും? അത് ആ പൈസ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ഈ വർഷം GTA 6 കളിക്കറിയാം. അപ്പൊ ഇത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ കൺസോളിൽ ഇറങ്ങുന്ന ഏത് ഗെയിമും മാക്സിമം ഒപ്റ്റിമൈസേഷൻ, അതായത് നല്ല കിടിലം ക്വാളിറ്റിയിൽ നമുക്ക് ആ ഒരു ഗെയിം കളിക്കാൻ പറ്റും. അവിടെയാണ് കൺസോളിന്റെ അഡ്വാൻറ്റേജ്. ഈവൻ നിങ്ങൾ 1.5 കൊടുത്തൊരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൽ കളിക്കുന്ന തരത്തിലുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ അതിൽ കിട്ടണമെന്നില്ല. അതിന്റെ കാരണം സിമ്പിൾ ആണ്. കാരണം ഇതിലിറങ്ങുന്ന ഓരോ ഗെയിമും ഇതിലേക്ക് വേണ്ടി മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അവർ ഒപ്റ്റിമൈസ് ചെയ്ത് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന മെഷീനിൽ കളിക്കുന്ന എല്ലാ ഗെയിമും, സോണിയുടെ തന്നെ ഒഫീഷ്യൽ ഗെയിംസും അല്ലാതെ പുറത്തുനിന്ന് സ്റ്റുഡിയോസിന്റെ ഒക്കെ ഗെയിംസും ഇതിനകത്ത് വൻ ക്വാളിറ്റി ലെവൽ മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അവിടെയാണ് ഒരു കൺസോൾ ഗെയിമിങ്ങിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ PS5 എന്ന് പറയുമ്പോഴത്തേന് സോണിയുടെ പ്ലേസ്റ്റേഷൻ സീരീസിലെ 5ാമത്തെ കൺസോളാണ്. 5th ജനറേഷൻ കൺസോളാണ്. അതായത് PS1 വന്നു, PS2 വന്നു, PS3 വന്നു, PS4 വന്നു, PS5 ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ജെൻ എന്ന് പറയുമ്പോഴത്തേനും ജനറേഷൻ കൺസോൾ എന്ന് പറയുമ്പോൾ അത് PS5. അതിനെയാണ് പ്ലേസ്റ്റേഷൻ 5 എന്ന് ഷോർട്ടാക്കി നമ്മൾ PS5 എന്ന് പറയുന്നത്. ഇനി ഒരു 2 വർഷം കൂടെ കഴിയുമ്പോൾ ഒരു 2008 ഒരു PS6 നമുക്ക് പ്രതീക്ഷിക്കാം. അത് എന്തിനാ ഇവർ ഈ ജനറേഷൻ തോറും ഇങ്ങനെ ഇറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 3-4-5 വർഷം കഴിയുമ്പോഴത്തേനും ഓരോ ഗെയിംസിന്റെ അല്ല, മെയിനായിട്ട് ടെക്നോളജി ഇമ്പ്രൂവ് ആവും. അതിനനുസരിച്ച് ഗെയിമുകളിൽ ഇമ്പ്രൂവ്മെന്റ് വരും. ഇനിയുള്ള ഗെയിംസുകളൊക്കെ Unreal Engine 5 വരുന്നത്. Unreal Engine 5 വരുന്ന ഒരു ഫൂട്ടേജ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പോയി കമന്റ് ചെയ്ത് ഏത് മൂവിയിലെ ഫൂട്ടേജ് ആണ് ഇതല്ല, ഇത് വിച്ച് മൂവി അല്ലെങ്കിൽ സീരീസ്. നമ്മൾ അത്രയ്ക്കും ഒറിജിനലോട് വെല്ലുന്ന തരത്തിലുള്ള ഫൂട്ടേജസ് ആണ് Unreal Engine 5 വെച്ച് ബിൽഡ് ചെയ്തെടുക്കുന്ന ഗെയിംസ്. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി Unreal Engine 5 ഫൂട്ടേജസ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പക്കാ നമ്മളത് ഒറിജിനൽ ഏതോ സിനിമയുടെ ഫുട്ടേജ് എന്ന് പോലെ നമുക്കത് ഗ്രാഫിക്സ് ആണെന്ന് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് അപ്പം ഓരോ ഇത് മാറുമ്പോഴും ഗെയിമിങ്ങിന്റെ പരിപാടി മാറുമ്പോഴത്തേനും പുതിയ ജനറേഷനിൽ കൺസോള് കൊണ്ടുവരും എന്നല്ല, കണ്ടുവരണം. എന്നാലേ നമുക്കും അതിനുള്ള ഇമ്പ്രൂവ്മെന്റ്സ് കിട്ടുള്ളൂ. അതിന്റെ ഏറ്റവും എൻഡ് ഓഫ് ദ വേർഡ് എന്ന് പറയുന്ന യൂസർ എക്സ്പീരിയൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞതാണ് ഇതിൽ ഈ കൺട്രോൾ വെറും ഒരു കൺട്രോളർ അല്ല. ഇപ്പം PS4 എടുക്കുകയാണെങ്കിൽ PS4-നും കൺട്രോളർ വരുന്നുണ്ട്, പക്ഷെ അത് വെറും ഒരു കൺട്രോളർ മാത്രമാണ് ഈ PS4-ന്റെ കൂടെ വരുന്നത്. പക്ഷേ PS5 വരുന്ന ഈ ലേറ്റസ്റ്റ് ജെന്നിന്റെ ഇതിലൊരു ഒരു ഫീഡ്ബാക്ക് തിരിച്ച് ഈ കൺട്രോളറിൽ നിന്ന് കിട്ടും. അതായത് ഇത് പിടിച്ച് കളിക്കുമ്പോൾ ഒരു ഗണ്ണ് ഫയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗണ്ണിന്റെ ട്രിഗർ ഉണ്ടല്ലോ, ട്രിഗറിന്റെ ഇമ്പാക്ട് ഈ സാധനത്തിൽ വരും. ഇതിങ്ങനെ അതിലൊരു സൈസ് വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ കൊണ്ടിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. കാറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ആക്സിലറേഷന്റെ ടൈം
ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ നിലവിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടൊക്കെ ഉള്ള ഒരു ഗെയിം, ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഗെയിമൊക്കെ നമുക്കൊരു ബഡ്ജറ്റ് ലെവലിലൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ കിട്ടാവുന്നതിലെ ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ്. റാമൊന്നും കിട്ടാനില്ല. അതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനെക്കാട്ടിയും വില ഒരു റാമിനൊക്കെ. PS5 മാത്രമല്ല, വേറെയും കമ്പനിയുടെ ഒരു കൺസോൾ ഉണ്ട് നിലവിൽ മാർക്കറ്റിൽ. കൺസോളിന്റെ രാജാക്കന്മാരെന്ന് പറയുന്നത് ഈ പറയുന്ന സോണിയുടെ പ്ലേ സ്റ്റേഷനും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ എക്സ്ബോക്സ് എന്ന് പറയുന്ന ഒരു കൺസോളുമാണ് ഉള്ളത്. പക്ഷേ എല്ലായിടത്തും പ്രത്യേകിച്ച് എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഈ പറയുന്ന സോണിയുടെ പ്ലേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ ലോകമെമ്പാടും വലിയവരും ചെറിയവരും ഒക്കെ അങ്ങനെ പ്രായഭേദമന്യേ ഈ പറയുന്ന സാധനത്തിന് ഒരു ഇമോഷണൽ ടച്ച് അന്നും ഇന്നും ഇനി അങ്ങോട്ടും ഉണ്ടായിരിക്കും. ഒരുപാട് പേര് സ്വന്തം ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. ഒരുപാട് പേര് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുമ്പോൾ തന്നെ ഒരുപാട് പേര് ഇത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം വാങ്ങാൻ. അതുകൊണ്ടായിരിക്കും മേ ബി നിങ്ങളൊക്കെ ഇതൊക്കെ ചിലപ്പോൾ കണ്ടിരിക്കുന്നത് കൂടെ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും